പ്രത്യേകത? ഈ മുക്കുത്തിയുടേതാണോ ഈ പ്രത്യേകത? എന്താടാ മയിരേ, തിന്നു തുടങ്ങിയ ടൈം ആവുമ്പോ വിളിക്കാടാ. എവിടെ പോയി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? മൂട് കളയാൻ ഓരോ കുരുപ്പുകൾ. നീ അതൊക്കെ വിട്. എന്തടാ നിനക്കൊന്നും മനസ്സിലാവണില്ലേ? നീ എന്താ കരുതിയേ നിനക്ക് മാത്രം പണി തരാറിയുള്ളൂ? മോളെ, എനിക്കിട്ട് പണി തന്നിട്ട് നിനക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? നീ ആരെ കണ്ടിട്ട് തുള്ളണത്? നിന്റെ കൂടെ ഉള്ളവര്. തിരിഞ്ഞു നോക്കടാ. മറ്റവന് നീ എന്ത് ചെയ്തടി? എന്താടാ നിനക്കിവിടെ നടന്നൊന്നും മനസ്സിലാവണില്ല അല്ലേ? നിന്നെ ലോക്കാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എഴുതിയൊരു സ്ക്രിപ്റ്റ് നീ നന്നായിട്ട് അഭിനയിച്ചു. വിനോദനെ നിനക്ക് കാണണ്ടേ? അവൻ്റെ പേര് നിനക്കെങ്ങനെ അറിയാടി? അവനെൻ്റെ കസിനാടാ. അത് ഇതുവരെ നിനക്ക് മനസ്സിലായില്ല അല്ലേ? എവിടെയാടി പൊന്നാരമോൻ? വിനോദ്, കൂടെ നടന്ന് എനിക്കിട്ട് തന്നെ പണിഞ്ഞോളാ മോനെ. എന്റെ പെങ്ങക്കെട്ട് ഇത്ര ചെയ്തിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടാ. നിനക്കെന്നെ നന്നായി അറിയാലോ. നിന്റെ പെങ്ങളെടുത്തൊന്ന് പറഞ്ഞു കൊടുത്ത കേട്ടാ. I know you bastard. നീ ആരാ എന്താന്നൊക്കെ അറിയാൻ ബൈക്കിൽ ഇനി നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കിയ പിന്നെ മണി പുറലോകം കാണില്ലേ? ആ ക്ലിപ്പ് എന്താ പറയാൻ? നീ എന്താ കരുതി? നിന്റെ ഈ പെർഫോമൻസ് കണ്ട് ഞാൻ പേടിച്ചെന്നോ? ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിക്ക്. പിന്നെ നീ എന്താ ചോദിച്ചേ? ക്ലിപ്പാ? ഇനി അവനെ തല്ലണ്ട.
ഒന്ന് കൊടുത്താലേ അത് മതി. എന്ത് ഇവൻ ഇത്ര അധികം ചെയ്തിട്ട് ഇവനൊന്നും ചെയ്യണ്ടാന്നോ? രണ്ടുപേരിപ്പോൾ തീർക്കും. എവിഡൻസ് ഒന്നും ബാക്കി വെക്കരുത്. നിനക്കിപ്പോഴൊന്നും മനസ്സിലായില്ല അല്ലേ? നിനക്ക് വേണ്ടതേ ശരീരം മാത്രം. ഉള്ളിൽ തരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ നിനക്കെന്നെ മനസ്സിലായേനെ. ഇനി അതെന്തായാലും നീ അറിയണം. മരിക്കുന്നതിന് മുൻപ് അതെല്ലാം നീ അറിയണം. ഞാൻ അവളുടെ ചേച്ചി നിരുപമ. എന്നെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. അവളെ ഞാൻ കുറച്ച് നാൾ വെറുതെ വിട്ടു. അത് അവൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് നീ ഇവിടെ വന്ന് ചിലക്കുന്നത്. എനിക്ക് തന്ന പണിക്ക് ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഞാൻ അവിടെ പണിഞ്ഞിരിക്കും. കേട്ടോടി? നീ അധികം കിടന്ന് തിളക്കണ്ടാ. നിന്നെ ചതിച്ചതേ നീ തന്നെ. നീ അവക്ക് കൊടുത്ത ഫോൺ അതാ നിന്നെ ഇവിടെ വരുത്തിച്ചത്. അവളുടെ ആത്മഹത്യ ശ്രമം അറിയുന്ന ഞാൻ ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ നിന്ന് ലീവിന് നാട്ടിലെത്തി. ആദ്യം അവളുടെ അടുത്ത് പോയി കാര്യം തിരക്കി. അവളെക്കുറിച്ച് എല്ലാം അറിയുന്ന എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവളുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ എന്തോ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് എനിക്ക് നിൻ്റെ ഫോൺ കിട്ടുന്നത്. ഐ ക്യാൻ ബിലീവ്. അതെനിക്കൊരു കച്ചിത്തുരുമ്പായിരുന്നു വിനോദിലേക്കും അവനിൽ നിന്ന് നിന്നിലേക്കും എത്താൻ. നിനക്ക് ഓർമ്മയുണ്ടാ നിന്റെ ഗ്യാങ്ങിലേക്ക് ഞാൻ ആദ്യമായിട്ട് വന്ന ദിവസം? ഇവിടെ അധികം അടുക്കാൻ നിൽക്കണ്ട. ഒരുമാതിരി വൃത്തിയായിട്ട ടീമാ. അതിൽ മെയിൻ ഒരുത്തനുണ്ട് റോണി. അവൻ അടഞ്ഞ പിന്നെ നമ്മളെ തീർക്കും. ഓ റോണി മച്ചാനെ, റോണി പുതിയ ആള്? റോണി, ഇത് വിനോദ്. വിനോദ്, റോണി. എന്തായാലും വന്നാലേ വാ, കമ്പനി അടിച്ചിട്ട് വാ.
അച്ഛനൊരു പാക്കറ്റ് എടുക്കട്ടെ? അടുത്തോ? അച്ഛനോ? എനിക്ക് ബിയർ മതി. എന്നാ ബീർ റെഡി. അടിക്കേ. ഹലോ, അളിയാ സീരിയസ് ആണോ? കിട്ടോ? എന്താ വേണം എനിക്ക്? ആ നോക്കിടാ. ഇത് മാത്രമേ ഉള്ളോ അത് വേറെ ഉണ്ടോ? പറയടാ, പറയാൻ. നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. ഞാനിവിടെ വരാൻ കാരണം നീയല്ലേ? നീ പറ, ഇതിന്റെ ബാക്കി എവിടെ? എവിടെയാടാ? ഇനി വേറെ ഒന്നില്ലടി. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഒരു പെണ്ണിനെ സ്നേഹിച്ച പിന്നെ അവൾ രണ്ടും കെട്ട സ്ത്രീയാണെന്നും അവളൊക്കെ ഏത് രീതിയിൽ ഉപയോഗിക്കാമെന്നും. പക്ഷേ നിനക്കൊക്കെ അറിയാത്തൊരു കാര്യമുണ്ട്. നിന്നെയൊക്കെ ജീവന തുല്യം സ്നേഹിച്ച് കൂടെ നിൽക്കുന്നത് ഏതൊരു സാഹചര്യത്തിൽ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ്. അതിന് സ്നേഹം എന്താ ഏതാന്നൊക്കെ അറിയാത്ത നിന്നെപ്പോലെയുള്ള നാറുകൾക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാവും. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എൻ്റെ ശരീരത്തിൽ ഒരല്പം ജീവനെങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ ഒരെണ്ണത്തിനും ഞാൻ വെറുതെ വിടില്ല. ഈ മരുന്ന് നിന്റെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെട്ട യൗവനം തിരിച്ചു കിട്ടാൻ നീ കൊതിക്കും. നിന്റെ ശരീരത്തിലെ മനസ്സിലെ അഴുക്കൊക്കെ നിന്നെ വിട്ട് പോയിട്ടുണ്ടാവും. നീ ചെയ്ത് കൂട്ടിയ ഓരോരോ പാപങ്ങളും നിന്റെ ഉള്ളിൽ കുറ്റബോധമായിട്ട് അവശേഷിക്കും. അതിനൊക്കെ പ്രായച്ചിത്തം ചെയ്യാൻ നിന്റെ മനസ്സ് വിതുമ്പും. ഒരു തരി ജീവനെങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ പിന്നെ നീ ഒന്നും ഉണ്ടാവില്ലട്ടാ. നിനക്കിനി ജീവനുണ്ടെങ്കിൽ നീ ഉയർത്തെഴുന്നേറ്റാ നീ എൻ്റെ അടുത്തേക്ക് വാ. ഇങ്ങനൊരു ക്രൂരത ഇനി ഒരു പെണ്ണിനോടും നിന്നെപ്പോലുള്ളവന്മാർ ആവർത്തിക്കാൻ പാടില്ല. അതിനുള്ള അവസാനത്തെ താക്കീതാണത്.
അല്ല നിന്റെ അനീതി ഇത് നീയല്ലേ?